ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഡിൽ വെയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ ലെവൽ മിഡിൽ വെയർ നോക്കി, ബിൽറ്റ് മിഡിൽ വെയർസ് നോക്കിയില്ല. അതേപോലെ തന്നെ നമ്മളെ റൗട്ടിംഗ് മിഡിൽ വെയർ നോക്കിയില്ല. സ്പെസിഫിക് റൗട്ടിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയില്ല. അപ്പൊ അതിന് വേണ്ടി ഞാൻ ആദ്യം ഫസ്റ്റ് ബിൽറ്റിംഗ് മിഡിൽ വെയർസ് എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പം മിഡിൽ വെയർ യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ആപ്പ് ഡോട്ട് യൂസ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യണം. ആപ്പ് ഡോട്ട് യൂസ്. ഓക്കെ, ഇപ്പോൾ ബിൽറ്റിംഗ് മിഡിൽ വെയർ ആണ് എന്ത്, എക്സ്പ്രസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ് ഡോട്ട് JSON ഇതൊരു എന്താണ്, മിഡിൽ വെയർ ആണ്. ഓക്കെ, അതായത് JSON ഫോർമാറ്റിൽ നമുക്ക് എക്സ്പ്രസ്സിൽ ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ എക്സ്പ്രസ് ഡോട്ട് JSON മിഡിൽ വെയർ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇതേപോലത്തെ വേറൊരു മിഡിൽ വെയർ ആണ് റൗട്ട് മിഡിൽ വെയർ എന്നല്ലേ, അത് റൗട്ടിങ്ങിൽ മാത്രമേ യൂസ് ചെയ്യണം. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, റൗട്ട് മിഡിൽ വെയർ എന്ന് കൊടുക്കുന്നുണ്ട്. റിക്വസ്റ്റ് ഉണ്ടാവും, റെസ്പോൺസ് ഉണ്ടാവും, നെക്സ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ കൊടുക്കുന്നത് ജസ്റ്റ് എന്താണ്, ഇപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് എന്താണ് റൗട്ട് സ്പെസിഫിക് മിഡിൽ വെയർ എന്നുള്ള ജസ്റ്റ് ഒരു കൺസോൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നോർമൽ കൊടുക്കുന്ന സ്പെസിഫിക് ടാസ്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡാറ്റാബേസ് വെച്ച് ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത് റൗട്ട് മിഡിൽ വെയർ സ്പെസിഫിക് റൗട്ടിന്റെ അകത്ത് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതങ്ങനെ നമ്മൾ ഇതിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മൾ എന്തെങ്കിലും റൗട്ട് മിഡിൽ വെയർ എന്നുള്ളത് സ്പെസിഫിക് റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം. റിഫ്രഷ് ചെയ്ത് ഇവിടെ വന്നേക്ക് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാം, ആ റൗട്ടിന്റെ അകത്തായതുകൊണ്ട് നമുക്ക് റൗട്ട് മിഡിൽ വെയർ എന്നുള്ള ഈ ഒരു പ്രോസസ്സ് വർക്കായിട്ട് നമുക്ക് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കോൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു സെക്ഷൻ ബാക്കിയുള്ള പാരാമീറ്ററും കാര്യങ്ങളും അത് നമുക്ക് സെൻഡ് ആയി കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ വന്നത് ഫോമിലാണ്. ഇത് ജസ്റ്റ് അബൌട്ടിൽ പോയി വർക്ക് ആവാൻ നോക്കാം. മൊബൈൽ. ഓക്കെ, അബൌട്ട് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. കേട്ടോ, അബൌട്ട് പേജ് വരുമ്പോൾ അത് വർക്ക് ആവുന്നില്ല. അതായത് ഈ ഹോം പേജ് എന്നുള്ള ഇതിന് മാത്രം സ്പെസിഫൈ റൗട്ട് മിഡിൽ വെയർ കൊടുത്തു. അത് നമ്മൾ എന്തേലും റൗട്ട് മിഡിൽ വെയർ എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റെസ്പോൺസ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് റെസ്റ്റ് സെൻഡ്. ഇപ്പൊ നമ്മളിപ്പോൾ ചെയ്തത്, അതായത് എന്തെങ്കിലും ഡാറ്റ നമ്മൾ പാസ് ചെയ്തിട്ടാണ്. അതിപ്പോൾ നമ്മൾ ഹെലോ വേൾഡ് പാസ് കൊടുത്തില്ല, അപ്പോൾ റെസ്റ്റ് സെൻഡ് കൊടുത്തത്. പിന്നെ വേറെ റെസ്റ്റ് JSON, അതായത് JSON ഫോർമാറ്റിൽ ഡാറ്റ സെൻഡ് ചെയ്യണം. റെസ്റ്റ് JSON എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് എൻഡ് നമ്മൾ റിയാക്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിയാക്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴും എക്സ്പ്രസ് എന്ത് ചെയ്യും, ഫ്രണ്ട് എൻഡ് ഡാറ്റ പാസ് ചെയ്യുക എപ്പോഴും റെസ്റ്റ് JSON മെത്തേഡിലാണ്. പിന്നെ സ്റ്റാറ്റസ് കോഡ് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റാറ്റസ് കോഡ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയേക്കാം, ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് പറഞ്ഞുതരാം. പിന്നെ സെൻഡ് ഫയൽ, അതായത് പാത്ത് ഫയൽ എങ്ങനെ സെൻഡ് ചെയ്യാന്നുള്ളത്. റെസ്റ്റ് റീഡയറക്റ്റ്, അതായത് ഒരു റീഡയറക്റ്റ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, ഒരു പാത്തോട്ട് റീഡയറക്റ്റ് ആയി പോവുക, അതിനാ റീഡയറക്ടർ യൂസ് ചെയ്യും. പിന്നെ റെസ്റ്റ് എൻഡ്. ഓക്കെ, അതായത് എന്താണ്, അതോടെ റെസ്പോൺസ് എന്താ ചെയ്യുക, എൻഡ് ആക്കാം. സ്റ്റാറ്റസ് കോഡ്. ഓക്കെ, ഇവിടെ കണ്ടോ, അതായത് 100 to 199 വരെ എന്താണ് ഇൻഫോർമേഷൻ എന്തെങ്കിലും ഇൻഫോർമേഷണൽ ആണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് സ്റ്റാറ്റസ് കോഡ് ഇൻഫോർമേഷൻ ആണ് ഈ വരുന്ന
ഫോർ ഇത് മെസ്സേജ് എന്നുള്ളത്. പിന്നെ 200 to 299 വരെ എന്താണ് സക്സസ് മെസ്സേജ് ആണ് പാസ് ആവുന്നത്. പിന്നെ 300 to 399 റീഡയറക്ഷൻ, അതായത് അങ്ങനത്തെ മെത്തേഡ്സ് നമ്മൾ കൊടുക്കുന്നത്. 400 to 499 വരെ ക്ലൈന്റ് എറർ, അതായത് നമ്മൾ പാസ്വേഡിൽ വരുന്ന എറർ ഉണ്ടാവും. പാസ്വേഡ് അടിക്കുമ്പോൾ റോങ് പാസ്വേഡ് അടിക്കുക, ഇമെയിൽ റോങ് മെയിൽ അടിക്കുക. അപ്പം അങ്ങനത്തെ എററൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 402 മുതൽ 499 വരെയുള്ള പാസ് കൊടുക്കൽ. പിന്നെ നമ്മൾ സെർവറിൽ ഇഷ്യൂ, നമ്മൾ ഡാറ്റാബേസ് കണക്ട് ആവാത്ത ഇഷ്യൂ, അങ്ങനത്തെ വരുമ്പോൾ എന്തായാലും ഈ 500 ഇങ്ങനത്തെ 50 തൊട്ട് 599 വരെ നമ്മൾ സെർവറിൻ്റെ കാര്യങ്ങൾ കൊടുക്കൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ എറർ ഹാൻഡിലിംഗ് മെത്തേഡ് നമ്മൾ പറഞ്ഞതാണ്. ട്രൈ കാച്ചിങ് എറർ മെത്തേഡ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. ഇനി നമ്മൾ നോക്കാനുള്ളതാണ് വർക്കിംഗ് വിത്ത് ഫോംസ് ആൻഡ് ഫയൽ അപ്ലോഡ്. അപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ നമുക്കൊരു ഫയൽ എങ്ങനെ അപ്ലോഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പോസ്റ്റ് മെത്തേഡ് എന്താ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്തൊക്കെ എങ്ങനെയാണ് ഒരു ഡാറ്റ പോസ്റ്റ് മെത്തേഡായിട്ട് യൂസ് ചെയ്യല്. എക്സ്പ്രസിൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട് എൻഡ് കണക്ട് ചെയ്യുന്നില്ല, നമ്മൾ റിയാക്ട് നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ എക്സ്പ്രസിൻ്റെ അകത്ത് നമുക്ക് ഒരു HTML പേജ് ക്രിയേറ്റ് ആക്കിയിട്ട് നമുക്ക് അതിലെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഒരു മിഡിൽ വെയർ ഉണ്ട്, ഇൻബിൽഡ് ചെയ്യുമ്പോൾ JSON പോലത്തെ ഒരു മിഡിൽ വെയർ ഉണ്ട്, URL എൻകോഡഡ് ഇറങ്ങുന്നുണ്ട്. ആ URL വഴി നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, URL എൻകോഡ് എന്ന് പറഞ്ഞ യൂസ് ചെയ്യണം. അടുത്തൊരു മിഡിൽ വെയർ എന്താണ് express.js എന്ന് പറയാനുള്ള. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ എന്ത് ചെയ്യണ്ടേ, നമ്മളെ ഈ ഒരു മെത്തേഡ് കമന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മിഡിൽ വേഴ്സും ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, express.js ഞാൻ മുകളിൽ കൊണ്ടിടുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇപ്പം നമ്മൾ നോക്കി ഇവിടെ എന്ത് വന്നു, വേറൊരു മിഡിൽ വെയർ കൂടി കണ്ടു. ആപ്പിലോട്ട് യൂസ് എക്സ്പ്രസ് URL എൻകോഡ് എക്സ്റ്റൻഡ് ട്രൂ എന്നുള്ള മിഡിൽ വെയർ. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം നമുക്ക്. ആപ്പിലോട്ട് യൂസ് എക്സ്പ്രസിൻ്റെ അകത്ത് URL എൻകോഡഡ് എന്താണ് എക്സ്റ്റൻഡ് ട്രൂ എന്നുള്ളത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ആപ്പ് ഡോട്ട് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഫോം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഒരു കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആപ്പ് ഡോട്ട് ഗെറ്റ്, അതായത് നമ്മൾ ഡയറക്റ്റ് ലോക്കൽ 3000 എന്നുള്ള പോർട്ട് URL നമ്മൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു സെക്ഷൻ വരും. റെസ്ലോട്ട് സെൻഡ്, നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ HTML ടാഗ് യൂസ് ചെയ്ത് ഫോം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനകത്ത് എന്ത് ചെയ്ത് നമ്മൾ ടെക്സ്റ്റ് യൂസർ നെയിം നോർമൽ HTML ചെയ്യുന്ന പോലെ തന്നെ കൊടുത്തു. ബട്ടൺ ടൈപ്പ് സബ്മിറ്റ്, അതായത് ഇവിടെ ഞാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ്, സബ്മിറ്റ് എന്നുള്ളൊരു പാത്തിലോട്ട് എന്ത് ചെയ്യണ്ടേ, ഈ ഡാറ്റയുടെ മൊത്തം ആക്ഷനായിട്ട് നമ്മൾ സബ്മിറ്റ് എന്നുള്ള പാത്ത് പറഞ്ഞു കൊടുക്കണ്ടേ. ഓക്കെ, സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ സബ്മിറ്റ് എന്നുള്ള പാത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞു കൊടുക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് എന്താണ്, സബ്മിറ്റിനൊരു റൗട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് റൗട്ടാണ്, ഇതെന്താണ്, ഇതൊരു ആപ്പ് റൗട്ട് ഗെറ്റ് റൗട്ടാണ്, ഇതൊരു പോസ്റ്റ് റൗട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ റൗട്ട് എന്ന് പറഞ്ഞില്ല, പാത്ത് എന്നല്ല പറയാം, നമ്മൾ ഇതിൻ്റെ റൗട്ട് എന്ന് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗെറ്റ് റൗട്ട് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ ഫ്രണ്ട് എൻഡിൽ നമുക്ക് വ്യൂ ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ ഡാറ്റ എന്ത് ചെയ്യും, ഫ്രണ്ട് എൻഡിൽ നമുക്ക് ബ്രൗസറിൽ നമുക്ക് ഫോം ഈ സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ്മിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്ഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏത് റൗട്ടിലോട്ടാണോ ഡാറ്റ പോകേണ്ടതെന്നുള്ള സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ. അതെന്താണ്, ഒരു പോസ്റ്റ് മെത്തേഡാണ്. കാരണം നമുക്ക് ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് ആപ്പിലോട്ട് പോസ്റ്റിൻ്റെ അകത്ത് സബ്മിറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ നമുക്ക് കൺസോൾ ലോഗിനകത്ത് റിക്വസ്റ്റ് ഡോട്ട് ബോഡി, ഇത്
ഫോമിനകത്ത് ഡാറ്റ നമുക്ക് എന്താ റിക്വസ്റ്റ് ബോഡിന്റെ അകത്തായിരിക്കും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എന്ത് ഡാറ്റ കൊടുത്താലും ബോഡിന്റെ അകത്ത് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് കൺസിഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ഡാറ്റ റിസീവ് ആയി, ആ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടി ബ്രൗസറിലേക്ക് ഒന്നുകൂടി സെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങോട്ട് തന്നെ. ആടെ ബ്രൗസറിൽ നമ്മൾ ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും, ഏതൊക്കെ ഡാറ്റ കിട്ടിയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ JSON കൊണ്ട് സ്ട്രിങ്ങിഫൈ, അതായത് റിക്വസ്റ്റ് ബോഡിന്റെ അകത്ത് നിന്നിരിക്കണം നമുക്ക് ഡാറ്റ JSON ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റ കിട്ടല്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ നമുക്ക് നോർമൽ ഒബ്ജക്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് JSON ഡോട്ട് സ്ട്രിങ്ങിഫൈ യൂസ് ചെയ്യണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെ ലോക്കൽ ഹോസ്റ്റ് വന്നിട്ട് നമ്മൾ അബൌട്ട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പേര് കൊടുത്തു, ഒരു ജസ്റ്റ് ഒരു ഇമെയിലും കൊടുത്തു, സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ വരാം, സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സബ്മിറ്റ് എന്നുള്ള പാത്തിലോട്ട് ആക്ഷൻ കൊടുത്തു, അത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ലോഗായി, ഫോം ഡാറ്റ റിക്വസ്റ്റ് ബോഡി, യൂസർ നെയിം JSON ഇമെയിൽ. ഓക്കെ, ഇപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഡാറ്റ എന്ത് ചെയ്യാണ്, റിട്ടേൺ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യാണ്. അതായത് എവിടെ നിന്നാണ് വരുന്നത് അങ്ങോട്ട് തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എവിടുന്ന് വന്നത് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. റിസീവ് ഡാറ്റ സ്ട്രിങ്ങിഫൈ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമ്മുടെ റിസീവ് ഡാറ്റ യൂസർ നെയിം, എൻ്റെ യൂസർ നെയിം ഷാമി എന്നുള്ള ഇമെയിൽ, എൻ്റെ ഇമെയിലിന് ഇവിടെ വന്നത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫോം ഹാൻഡിൽ ചെയ്യല്ലേ എക്സ്പ്രസിൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത് ഒരു ഫയൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫയൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൾട്ടർ. ഓക്കെ, ഈ മൾട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ നമ്മളെ മൾട്ടർ യൂസ് ചെയ്ത് നടക്കും, പക്ഷെ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യൽ മൾട്ടർ എന്നുള്ളൊരു മിഡിൽ വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും ഫയൽ അപ്ലോഡിങ് കാരണം മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാളിങ് അങ്ങനെ നോക്കാം. അപ്പോൾ അതിനാണ് npm ഇൻസ്റ്റാൾ മൾട്ടർ. ഓക്കെ, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയി അടിക്കുക npm ഇൻസ്റ്റാൾ മൾട്ടർ. അപ്പോൾ npmന്റെ പാക്കേജ് കിട്ടും, അപ്പോൾ അതിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഒരു മൾട്ടർ സെറ്റപ്പ് എങ്ങനെ ചെയ്യലെന്നുള്ള നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡ് ഞാൻ ജസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ നമുക്ക് എന്ത് ചെയ്യണം, npm i. ഓക്കെ, നമുക്ക് npm ഇൻസ്റ്റാൾ എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ npm i എന്നും കൊടുക്കാം. മൾട്ടർ, നമുക്ക് മൾട്ടർ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് വെക്കാം. നമുക്ക് സ്റ്റാറ്റസ് കോഡ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, മൾട്ടർ കോപ്പി ചെയ്യാം. ഓക്കെ, മൾട്ടറിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. നമ്മൾ മൾട്ടറിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മൾട്ടർ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ മൾട്ടർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടർ ഇമ്പോർട്ട് ചെയ്തെടുത്തു, കോൺസ്റ്റ് റിക്വയർ മൾട്ടർ എന്ന വേരിയബിളോട്ട്. ഇനി നമുക്ക് ഒരു സ്റ്റോറേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഫയലും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും അതിന് ഡാറ്റാസ് നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്തേക്കണം. അപ്പോൾ അതിന് ഞാൻ കോൺസ്റ്റ് സ്റ്റോറേജ് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. മൾട്ടറിന്റെ അകത്തുണ്ട് മൾട്ടർ ഡോട്ട് ഡിസ്ക് സ്റ്റോറേജ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തു. അതിനകത്ത് രണ്ട് മെത്തേഡ്സ് അല്ലേ, ഡെസ്റ്റിനേഷനും ഉണ്ട്, ഫയൽ നെയിമും ഉണ്ട്. ഡെസ്റ്റിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫയൽ എവിടെ സേവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ക്ലൗഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യണ്ടേ, നമ്മൾ ലോക്കൽ തന്നെ അപ്ലോഡ്സ് എന്ന ഫോൾഡർ നമ്മൾ സേവ് ചെയ്യാൻ കൊടുത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ അപ്ലോഡ്സ് എന്നുള്ള ഒരു ഫോൾഡർ ക്രിയേറ്റ് ആക്കി. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ അപ്ലോഡ്സിനകത്തായിരിക്കും എന്തായാലും ഈ ഫയലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ആവണത്. ഓക്കെ,
പിന്നെ ഫയൽ നെയിം, അതായത് നമ്മളൊരു ഫയൽ കൊടുക്കുമ്പോൾ ആ ഫയൽ എന്ത് രീതിയിലാണ് നമ്മളെ സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റോർ ആക്കേണ്ടത് എന്നുള്ളതാണ്. ഫയൽ നെയിം എന്ത്, ഓക്കെ. റിക്വസ്റ്റ് ഫയൽ CB, ഈ CB എന്ന് പറഞ്ഞാൽ കോൾ ബാക്ക് ആണ്. ഓക്കെ, അതായത് നള്ള് അപ്ലോഡ് ചെയ്ത് കൊടുത്തു, ഫസ്റ്റ് നള്ള് കൊടുത്തു. ഓക്കെ, പിന്നെ ഫയൽ നെയിം നമ്മൾ കൊടുക്കാൻ പോകണം. അപ്പോൾ ഡേറ്റ് ഡോട്ട് നൗ, കറന്റ് ഡേറ്റ് ഐഫൺ പ്ലസ് ഒറിജിനൽ ഫയൽ നെയിം. അപ്പോൾ അപ്ലോഡ് ചെയ്ത ഫയൽ നെയിമും കറന്റ് ഡേറ്റും കൂടിയാണ് നമ്മൾ എന്തെങ്കിലും അപ്ലോഡ്സിനകത്ത് സ്റ്റോർ ചെയ്യണത്. ഇതിനെന്ത് ചെയ്യാം, അപ്ലോഡ് എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത് മൾട്ടറിൻ്റെ അകത്ത് സ്റ്റോറേജ് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ആ സ്റ്റോറേജിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കോൾ ചെയ്ത സ്റ്റോറേജ് കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ നോർമൽ എന്താണ്, നമ്മളൊരു HTML ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു, എന്ത് അപ്ലോഡ് ചെയ്യാനുള്ളത് എങ്ങനെയാണ്. ഓക്കെ, ഇവിടെ എന്താ നോക്കേണ്ടത് വെച്ചാൽ നമ്മളൊരു ഫയലാണ് അപ്ലോഡ് ചെയ്യണത്. ഈ ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണോ, നമ്മൾ ആക്ഷൻ കൊടുത്തു, അപ്ലോഡ് എന്നുള്ളത് കൊടുത്തു, റൗട്ട് പറഞ്ഞു കൊടുത്തു. ഇത് ഇവിടെ ഉണ്ടോ ENC ടൈപ്പ് എന്നുള്ള മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ എന്ത് ചെയ്യണം, മൾട്ടിപ്പാർട്ട് ഫോം ഡാറ്റ എന്ന് പറഞ്ഞു കൊടുക്കണം. ഫയൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ENC ടൈപ്പ് മൾട്ടിപ്പാർട്ട് ഫോം ഡാറ്റ. ഓക്കെ, ഇതാണ് വെച്ചാൽ നമ്മൾ ഫയൽ നല്ല നമ്മൾ എന്തെങ്കിലും കൊടുക്കല്. പിന്നെ ഒരു ഇൻപുട്ട് ഫീൽഡ് ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള, പിന്നെ ഒരു ബട്ടൺ അപ്ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ സബ്മിറ്റ് ബട്ടൺ ടൈപ്പ് എന്നുള്ള സബ്മിറ്റ് ആണ്. സബ്മിറ്റ് ആകുമ്പോൾ ഈ ആക്ഷൻ എന്ത് ചെയ്യും, വർക്കാവും. അപ്പോൾ ഈ റൗട്ട് നോക്കും, അപ്ലോഡ് എന്നുള്ള റൗട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ വന്നിട്ട് അപ്ലോഡ് ഡോട്ട് സിംഗിൾ, കാരണം നമ്മൾ സിംഗിൾ ഫയലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്ലോഡ് ഡോട്ട് സിംഗിൾ, ഈ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത അപ്ലോഡാണ്. ഓക്കെ, ഡോട്ട് സിംഗിൾ. ഓക്കെ, ഡോട്ട് സിംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മൈ ഫയൽ, അത് നമ്മൾ എന്ത് നെയിമിലാണ് നമ്മൾ എടുക്കുന്നത്, അത് ഫ്രണ്ട് എൻഡിന് നമ്മൾ മൈ ഫയൽ എന്ന നെയിമിലാണ് നമ്മൾ ഡാറ്റ പാസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആ ഫയൽ ഇവിടെ ഗെറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ അപ്ലോഡ് സിംഗിൾ അത് ഈ മൈ ഫയൽ വരും. ഇനി എന്തായാലും നേരെ ഇവളോട്ട് വരും, സ്റ്റോറേജിൻ്റെ അകത്തോട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യം ചെക്ക് ചെയ്യും. അപ്ലോഡ് ഈ ഫയൽ ഒറിജിനൽ നെയിം, ഇങ്ങനത്തെ ഈ കാര്യം വർക്കാവും. ഓക്കെ, പിന്നെ നമ്മൾ നോർമലി കൺസോലോഗ് റിക്വയർഡ് ഫയൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വർക്കിംഗ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെർവർ സ്റ്റാർട്ട് ആക്കാം. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, ഒരു ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കാം. തൽക്കാലം ഞാൻ എന്ത് ചെയ്യണ്ട്, ജസ്റ്റ് ഒരു ഇമേജ് ഫയൽ ഞാൻ കൊടുക്കണം. ഓക്കെ, ഓപ്പൺ ചെയ്തു, അപ്ലോഡ് കൊടുത്തു. ഓക്കെ, അപ്ലോഡായി. ഇനി ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വരാം. നമ്മൾ കൺസോലോഗിന് എടുത്ത് നിർത്തുക, റിക്വയർഡ് ഫയൽ എന്ന് കൊടുത്ത്. ഈ റിക്വയർഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിക്വസ്റ്റിനകത്തുള്ളൊരു ഫയലാണ്. ഈ ഫയൽ എന്നുള്ള മെത്തേഡ് കാണിക്കാൻ നമ്മൾ ഫയൽ കൊടുത്ത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇൻഫോ കിട്ടി. ഫീൽഡ് നെയിം എന്താണ്, മൈ സെൽഫ് ഫയൽ എന്നുള്ളത് കൊടുത്തു. ഒറിജിനൽ നെയിം, അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒറിജിനൽ ഫയൽ നെയിം എന്ന് GRPC PNG എൻകോഡഡ് ആണ്. അങ്ങനെ കുറെ ഡെസ്റ്റിനേഷൻ കൊടുത്തു, അപ്ലോഡ്സിന് ഡെസ്റ്റിനേഷൻ കാരണം. ഫയൽ നെയിം എന്താണ്, ഓക്കെ, ജസ്റ്റ് ഒരു അപ്ലോഡ്സിനകത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫയൽ നെയിം എന്താണ്. ഓക്കെ, കറന്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ടൈമും അതായത് സെക്കൻഡ്സും അവേഴ്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് കിട്ടല്. GRPC.PNG. ഓക്കെ, ഇതാണ് നമ്മൾ ഫയൽ നെയിം എടുക്കേണ്ടത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് എന്നുള്ളത് വരും, ഫയൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് ഇതൊരു മിഡിൽ വെയർ ആണ്. അപ്പോൾ ഫയൽ മൈസെൽഫിനകത്ത് കൊടുക്കും. അപ്പോൾ ഇനി നേരെ വർക്കിംഗ് ആയാലും പിന്നെ ഈ പാത്തോട്ട് വരല്ലേ. അപ്പോൾ ഡെസ്റ്റിനേഷൻ പറഞ്ഞു കൊടുക്കും എവിടെയാന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയൽ നെയിം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒറിജിനൽ ഫയൽ നെയിം എന്താ GRPC.PNG എന്നാണ്. ഇനി ഈ ഡേറ്റ് നൗ എന്നുള്ളതാണ് എന്ത്, അതിൽ എക്സ്റ്റൻസിൽ ബാക്കി വരുന്ന കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തെടുക്കണേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതുകൊണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഫയൽ അപ്ലോഡിങ് ഇങ്ങനെ നമ്മൾ ചെയ്യല്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസ്പോൺസ് പാസ് ചെയ്താണ്, അത് നമ്മൾ ഇവിടെ കാണാൻ പറ്റുകയും ചെയ്തു. ഫയൽ അപ്ലോഡഡ് നമ്മളെ എൻ്റെ ഫയൽ നെയിമും കാര്യം ഇവിടെ കാണിക്കാൻ പറ്റി. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു മൾട്ടി യൂസ് ചെയ്ത ഫയൽ അപ്ലോഡിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്യല്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ പക്ക ആയിട്ടൊരു നമ്മൾ പറഞ്ഞു എക്സ്പ്രസ് എന്തിനാ യൂസ് ചെയ്യണം, API ഡെവലപ്മെന്റിന് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാറ്റിക് ആയിട്ട് ഒരു ഡാറ്റ കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു റെസ്റ്റ്ഫുൾ API എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പക്ക ഒരു ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ എന്ത് ചെയ്ത് എല്ലാതും സെർവർ ഡോട്ട് ജേഴ്സിനകത്ത് ചെയ്തത്. ഇതൊക്കെ നമ്മൾ ക്ലീൻ അപ്പ് ആക്കിയിട്ട് കറക്റ്റ് എങ്ങനെയാണ് ഒരു എക്സ്പ്രസ് ബാക്ക് എൻഡിൽ എങ്ങനെയാണ് ഒരു ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ്സ് എന്നുള്ളത് അവിടെ നോട്ടെ, സെർവർ ഡോട്ട് ജേഴ്സ് ഓക്കെ, ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ആക്കുന്നുണ്ട്, റൗട്ട്സ്. ഓക്കെ, പിന്നെ ക്രിയേറ്റ് ആക്കാൻ പോണത് മിഡിൽ വെയർസ്. ഓക്കെ, അത് പുറത്താണ് ക്രിയേറ്റ് ആക്കല്. പിന്നെയാണ് യൂട്ടിൽസ്. അതുപോലെ വേറൊരു ലൈബ്രറിൻ്റെ ലിബ് എന്നുള്ളത് കൊടുക്കും. പിന്നെയാണ് കോൺഫിഗ്. അതായത് നമ്മൾ മോംഗോഡിബി എന്നാലും കോൺഫിഗർ ചെയ്യലും അതൊക്കെ നമ്മൾ കോൺഫിഗ് ഫയൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് മിഡിൽ വേഴ്സിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്തെങ്കിലും നമ്മൾ മിഡിൽ വെയർ പഠിച്ചില്ല. അപ്പോൾ ഈ മിഡിൽ വെയർ പഠിച്ച കാര്യങ്ങളൊക്കെ ഈ മിഡിൽ വേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ഈ മിഡിൽ വെയർ എന്നുള്ള ഫോൾഡറിൻ്റെ അകത്തോ നമ്മൾ കോഡ് മൊത്തം ചെയ്താൽ. ഓക്കെ, കോൺഫിഗിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റാബേസ് കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്താൽ. ഈ ലിബിൻ്റെ അകത്തായിരിക്കും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്താൽ. ഓക്കെ, ഇനിയിപ്പോൾ ഈ റൗട്ട്സിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യല്, ഈ പറഞ്ഞല്ലോ ഈ പോസ്റ്റ് മെത്തേഡ്, ഗെറ്റ് മെത്തേഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്താണ് റൗട്ട്സിൻ്റെ അകത്ത് നമ്മൾ എഴുതാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ എൻ്റെ സെർവർ ഡോട്ട് ജേഴ്സ് ഫയൽ നമ്മൾ ക്ലീൻ അപ്പ് ആക്കാൻ പോകണം. അതായത് ഈ കാര്യങ്ങളൊന്നും വേണ്ട, മൾട്ടറും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ആക്കാം. ഓക്കെ, മൾട്ടർ വേണ്ട. ഓക്കെ, നമ്മൾ ക്ലീൻ അപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ യൂസറിൻ്റെ റെസ്റ്റ്ഫുൾ API ക്രിയേറ്റ് ചെയ്യണം. അത് യൂസറിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് ചെയ്യാം, യൂസർ റൗട്ടർ ഡോട്ട് ഓക്കെ JS എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് യൂസറിൻ്റെ ആയതുകൊണ്ട് നമ്മൾ യൂസർ ഡോട്ട് കൊടുക്കേണ്ട നമുക്ക് എന്ത് ചെയ്യാം, ഐഫണ അതിന് കൊടുക്കാം. ഓക്കെ, യൂസർ റൗട്ടറോട് JS ആണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്തായാലും റൗട്ട് മൊത്തം നമ്മൾ യൂസ് ചെയ്യലും. സോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്യണം. കോൺസ്റ്റ് ഓക്കെ, നമുക്ക് എക്സ്പ്രസിന് പകരം നമുക്ക് റൗട്ടർ എന്നുള്ള വേരിയബിൾ നമ്മൾ എക്സ്പ്രസിന് ഇമ്പോർട്ട് ചെയ്യാം. റിക്വയർ എക്സ്പ്രസ് പറഞ്ഞ എക്സ്പ്രസിനകത്ത് കുറേ മെത്തേഡ്സ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ആപ്പിൻ്റെ അകത്തേക്ക് കൊടുത്ത് ആപ്പിനെ വെച്ചിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത്. ഇപ്പോൾ ആപ്പിലോട്ട് പോസ്റ്റ്, ആപ്പിലോട്ട് പുട്ട് ഇറങ്ങാൻ കുറേ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ HTTP മെത്തേഡ്സ് നമ്മൾ ആക്സ് ചെയ്യണേ എന്താണ്, റൗട്ടർ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട് എക്സ്പ്രസിനകത്ത്. അപ്പോൾ അത് കോൾ ചെയ്യുക, എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് റൗട്ടർ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് റൗട്ടർ. ഓക്കെ, റൗട്ടർ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. ഇപ്പം നമുക്ക് റൗട്ടർ നമുക്ക് യൂസ് ചെയ്യണം. ഓക്കെ, സെർവറിൻ്റെ അകത്ത് കൊടുത്ത് ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഡമ്മി ഡാറ്റ ഉണ്ടായിരുന്നു, ഡമ്മി ഡാറ്റ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡാറ്റ ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഗെറ്റ് ഓൾ യൂസേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇനി എനിക്ക് ആപ്പ് ഡോട്ട് ഗെറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അതിന് പകരം എന്ത് ചെയ്താൽ മതി, റൗട്ടർ ഡോട്ട് ഗെറ്റ് റിക്വസ്റ്റ് റെസ്പോൺസ്. ഓക്കെ, എന്താണ് റൗട്ടർ ഡോട്ട് ഗെറ്റ് ഈ ഒരു പാത്തിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ യൂസറിനെ എന്ത് ചെയ്യണം, കാണിക്കണം. അപ്പോൾ റെസ്റ്റോട്ട് JSON അകത്ത് ഞാൻ ആ യൂസർ എന്നുള്ള ലിസ്റ്റ് മൊത്തം കൊടുത്തു, യൂസേഴ്സ് എന്നുള്ള. ഇനി എനിക്ക് സിംഗിൾ യൂസർ മാത്രം കാണിക്കണം. അപ്പോൾ ഗെറ്റ് യൂസർ ബൈ ID. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്ത് അടുത്ത മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം, റൗട്ടർ ഡോട്ട് ഗെറ്റ്. അപ്പോൾ യൂസറിൻ്റെ ID ആണ് വേണ്ടത്. അപ്പോൾ യൂസർ സ്ലാഷ് ഇപ്പോൾ നമ്മൾ ID നമ്മൾ പാരാമീറ്റർ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ID എന്ത് ചെയ്യുക, ഫുൾ കോളം ഇട്ട് കൊടുക്കുക.
ഓക്കെ, ഇനി റിക്വസ്റ്റും റെസ്പോൺസും കൊടുക്കാം. നോർമലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ മെത്തേഡ് തന്നെയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഐ ഡി ഇപ്പോൾ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യാതെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എന്ത് ചെയ്യണ്ടേ, ഒരു അര തന്നാൽ അതിന് അരൻ്റെ അകത്ത് നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യണ്ടേ ഫിൽറ്റർ ചെയ്തെടുക്കാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊരു മെത്തേഡാണ് ഫൈൻഡ് എന്നുള്ള മെത്തേഡ്. ഓക്കെ, ഇതൊക്കെ പക്ക ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്യണതൊക്കെ. യൂസേഴ്സ് എന്നുള്ള ഡാറ്റ എവിടെ ഉണ്ട്, മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസേഴ്സ് ഡോട്ട് ഫൈൻഡ്. ഓക്കെ, ഫൈൻഡ് ചെയ്യാൻ പോകണം. എന്താ ഫൈൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ യൂസറിന് എടുക്കാം. ഇതൊരു പാരാമീറ്റർ ആണ്. ഓക്കെ, ജസ്റ്റ് കൺഫ്യൂഷൻ. ഓക്കെ, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കാം. ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ യൂസറിന് ഇപ്പോൾ ഇവിടെ അകത്ത് കൊടുത്ത യൂസറിന് അകത്തുണ്ട്. അതിൻ്റെ അകത്തുള്ള ഓരോ യൂസറിൻ്റെയും ഫസ്റ്റത്തെ യൂസർ വരുമ്പോൾ ഫസ്റ്റ് ഫൈൻഡ് വർക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഡാറ്റ വരില്ലേ. പിന്നത്തെ ഫൈൻഡിൽ എന്ത് ചെയ്യും, രണ്ടാമത്തെ ഡാറ്റ വരും. ഓക്കെ, ഇതിനകത്തുള്ള ഓരോ ഡാറ്റയും ഉണ്ട് ഈ യൂസറിൻ്റെ അകത്തുണ്ട്, ഓരോ ഡാറ്റാസും ഐ ഡി വെച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഐ ഡി ഈക്വൽ ടു നമ്മൾ കണ്ടോ, നമ്മൾ പാസിൻ്റെ എന്നുള്ള മെത്തേഡ് യൂസ് ഉണ്ട്. ഓക്കെ, അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റിക്വസ്റ്റ് നമ്മൾ കൊടുക്കും, പാരാമീറ്റർ പാസ് ചെയ്യും, ചിലപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടില്ലേ, അതൊരു സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് കിട്ടല്. അതായത് പാരാമീറ്റർ പാസ് നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് എന്തായാലും പാരാമീറ്റർ കിട്ടല്. പക്ഷെ നമ്മളിവിടെ ഐ ഡി കൊടുത്തിട്ടുള്ള എന്തായി കണ്ടാണ് നമ്പർ ആയിട്ട് കൊടുത്തില്ല. അപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് വരുന്ന ഡാറ്റ നമ്മൾ നമ്പറോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായാലും പാസിൻ്റെ യൂസ് ചെയ്യും. ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഓക്കെ ട്രൈ ക്യാച്ച് മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്കിവിടെ യൂസർ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കാം. യൂസർ ഇപ്പോൾ ഇവിടെ ഇല്ല, അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ പറഞ്ഞുതരാം. റെസ്റ്റ് സ്റ്റാറ്റസ് നമ്മൾ കുറേ സ്റ്റാറ്റസ് കോഡ് പറഞ്ഞു. 404 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിൻ്റെ അടുത്തുള്ള ഇഷ്യൂ ആണ്. ഇപ്പോൾ യൂസറിൻ്റെ അടുത്തുള്ള ഐ ഡി ഇല്ലാത്ത യൂസർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, യൂസറിനോട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് കൊടുക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഞാൻ അടുത്ത മെസ്സേജ് പറഞ്ഞു കൊടുക്കണം. റെസ്റ്റ്.സ്റ്റാറ്റസ് 500. അതായത് ഇതൊരു സെർവർ എററാണ്. ഇപ്പോൾ ജേസണിൻ്റെ അകത്ത് നമ്മൾ മെസ്സേജ് പറഞ്ഞിട്ട് എറർ ഡോട്ട് മെസ്സേജ്, ഇവിടെ എന്തോ നമ്മൾ കൊടുത്തത് ആ എറർ ഡോട്ട് മെസ്സേജ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകണം. ഓക്കെ, ഇപ്പോൾ ഒരു ഗെറ്റ് യൂസറിനെ എടുക്കാൻ പറഞ്ഞു. ഇനി ഇതേപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ബാക്കി ക്രിയേറ്റ് ചെയ്യുക, ഒരു യൂസറിനെ ആഡ് ആക്കണം. അപ്പോൾ അതേപോലെ തന്നെ യൂസർ അപ്ഡേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുക. ഓക്കെ, ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്ത് കാണിച്ചു തരാം, പക്ഷേ നിങ്ങൾ സ്വന്തം ചെയ്യാൻ നോക്കാം. ഓക്കെ, ബാക്കിയുള്ള ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. പുതിയ യൂസറിന് ക്രിയേറ്റ് ചെയ്യണം. ആപ്പിലോട്ട് പോസ്റ്റിനകത്ത് യൂസേഴ്സ് എന്നുള്ളൊരു ഇത് കൊടുത്തു. ഓക്കെ, കോൺസ്റ്റ് യൂസർ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ എ പി ഐ ബിൽഡ് ചെയ്യുക. നേരത്തെ മാതിരി നമ്മൾ വെബ്സൈറ്റ് വെബ് പേജ് നമ്മൾ ലോഡ് ചെയ്യിപ്പിക്കില്ല. പക്ക ഒരു എ പി ഐ ബിൽഡിംഗ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ യൂസറിന് ക്രിയേറ്റ് ചെയ്യണത് ക്രിയേറ്റ് യൂസർ പോസ്റ്റ് മെത്തേഡ് ആണ്. ന്യൂ യൂസറിന് വേരിയബിളിനകത്ത് എന്ത് ഐ ഡി കൊടുത്തു. ഐ ഡി പറഞ്ഞാൽ എന്താണ്, യൂസർ ലെങ്ത് +1 കൊടുത്തു. ഇത് പക്ക ജാവാസ്ക്രിപ്റ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നെയിം ബോഡിനകത്ത് തന്നെ നെയിമിലോട്ട് ഇമെയിലിട്ടും കൊടുത്തു. യൂസറിലോട്ട് പുഷ്, ഇതൊക്കെ അരേ ഫംഗ്ഷൻ ആണ്. യൂസറിലോട്ട് പുഷിൻ്റെ അകത്ത് ന്യൂ യൂസർ എന്നുള്ള പുഷ് ചെയ്തു. ആ പുഷ് ചെയ്ത യൂസറിനോട് ഷോ ചെയ്യിപ്പിക്കും. ഓക്കെ, അത് ഈ പറഞ്ഞ പുതിയ യൂസറിന് എന്ത് ചെയ്തു, ആ അരയിലോട്ട് പുഷ് ചെയ്ത് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള നോക്കാം, അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നമ്മൾ നോക്കുക ഒരു യൂസറിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള അപ്ഡേറ്റ് യൂസർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ട് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം. യൂസേഴ്സിനായത് നമ്മൾ ഐ ഡി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ആക്കണം. അപ്പോൾ പാരാമീറ്റർ ഐ ഡി കൊടുത്തു. നമ്മൾ യൂസറിനെ ഫൈൻഡ് ചെയ്യുക. കോൺസ്റ്റ് യൂസർ ഫൈൻഡ് ചെയ്തു. നോർമലി നമ്മൾ സിമ്പിൾ യൂസറിനെ ചെയ്ത പോലെ തന്നെ യൂസറിനെ ഫൈൻഡ് ചെയ്യാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കമാൻഡ് കൊടുക്കുക, യൂസറിനോട് ഫോണ്ടാണ്. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കൊടുക്കുന്ന ഡാറ്റ യൂസർ ഡോട്ട് നെയിം റിക്വസ്റ്റ് ഡോട്ട് നെയിമിലോട്ട് എന്ത് ചെയ്യാം, നമ്മൾ അവിടെ നിന്ന് തന്നെ ബോഡിയിൽ നിന്ന് തന്നെ നെയിം കൊടുക്കാം. റിക്വസ്റ്റ് ബോർഡിൻ്റെ അകത്ത് നിന്ന് വരുന്ന നെയിം എന്ത് ചെയ്യാം, നമുക്ക് യൂസർ ഡോട്ട് നെയിമിലോട്ട് കൊടുക്കാം. ഇപ്പോൾ അവിടെ നിന്ന് നെയിം വന്നില്ല, ഇമെയിൽ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓവർ കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തത്, യൂസർ ഡോട്ട് നെയിം മാത്രം അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നെയിം മാത്രം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ എന്താ, റിക്വസ്റ്റിനകത്ത് നമുക്ക് നെയിമിൽ ഡാറ്റ കിട്ടും. ഓക്കെ, ഇമെയിൽ അപ്ഡേറ്റ് ചെയ്യണില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റിനകത്ത് ഇമെയിൽ എംറ്റി ആവും. അപ്പോൾ ഇമെയിൽ എംറ്റി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം,
ഇത് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, യൂസർ ഡോട്ട് ഇമെയിൽ കറന്റിലുള്ള ഇമെയിലിന് സ്റ്റോർ ആയിക്കോളും. ഓക്കെ, അപ്ഡേറ്റ് യൂസർ, പിന്നെ ഡിലീറ്റ് യൂസർ നോർമൽ പാരാമീറ്റർ കൊടുക്കണോ, അത് വെച്ചിട്ടുള്ള യൂസറിനെ ഫൈൻഡ് ചെയ്യണോ, എന്താ ഫിൽട്ടർ ചെയ്യണം. യു ഐ ഡി നോട്ട് ഈക്വൽ ടു പാസിൻ്റെ ഡോട്ട്. ആ ഫിൽറ്ററിങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ യൂസറിന്റെ ഐ ഡി, അത് യു ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഐ ഡി ആണ്. അത് യൂസറിന്റെ അകത്തുള്ള ഐ ഡിയും നമ്മൾ അവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്ന യൂസറിന്റെ ഐ ഡി ഈക്വൽ ആണെങ്കിൽ അതല്ലാത്ത യൂസറിനെ മൊത്തം എന്ത് ചെയ്യാം, കാണിക്കാൻ എന്നുള്ളതാണ് അവിടെ മെസ്സേജ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ കൺസോൾ ലോഗ് കൊടുത്തു നോക്കാം. ഇവിടെ യൂസേഴ്സിന് ഓക്കെ, ഇപ്പൊ നമ്മൾ എ പി ഐ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു ഈ ഒരു സാധനം നമ്മളിപ്പോ npm സ്റ്റാർട്ട് എടുക്കുമ്പോൾ എന്താ നമുക്ക് റൺ ആക്കണത്, സെർവറാണ് നമ്മൾ റൺ ആക്കണത്. അതായത് നമ്മൾ സെർവർ ഡോട്ട് ജെ എസ് എന്നുള്ള ഫയലാണ് നമ്മൾ എന്ത് ചെയ്യലേ റൺ ആക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് യൂസർ ഔട്ട് റൺ ആക്കണേ നമുക്ക് എന്ത് ചെയ്യും, ഈ യൂസർ ഔട്ടറിന് എന്ത് ചെയ്യണം, സെർവറിന്റെ അകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ആ ഫയൽ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മളെന്താണ് യൂസറിന്റെ റൗട്ട് ആയതുകൊണ്ട് യൂസർ ഔട്ട് എന്നുള്ള നെയിം കൊടുക്കുന്നുണ്ട്. റിക്വയറിന്റെ അകത്ത് എന്ത് കൊടുക്കണ്ടേ, നമ്മൾ ആ ഫോൾഡർ പാത്ത് പറഞ്ഞു കൊടുക്കാം. റൗട്ട്സിന്റെ അകത്ത് യൂസർ ഡൗട്ടർ എന്നുള്ളതാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഈ റൗട്ടർ യൂസ് ചെയ്യണം. ഈ റൗട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണ്ടേ, ഇപ്പോൾ ഇതൊരു മിഡിൽ വെയർ ആയി മാറി. ആ റൗട്ടർ നമ്മൾ മിഡിൽ വെയർ ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യണത്. ഓക്കെ, ഈ റൗട്ടർ നമുക്ക് ആക്സസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആപ്പ് ഡോട്ട് യൂസ്. ഓക്കെ, അപ്പോൾ ഹോം പേജിൽ തന്നെ നമ്മൾ കൊടുക്കണല്ലേ, അതായത് ആപ്പ് ഡോട്ട് യൂസ് നമ്മളെ ലോക്കൽ ഹോസ്റ്റ് 3000 എന്നുള്ളത് റൺ ആക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും, നമുക്ക് ഈ യൂസർ റൗട്ടർ വർക്ക് ആയിക്കോളും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, യൂസർ റൗട്ടറിന്റെ അകത്തേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യും, വർക്ക് ആകുമ്പോഴത്തേന് നമുക്ക് എല്ലാ യൂസേഴ്സിനും കിട്ടും. ഓക്കെ, ഓക്കെ, ഇവിടെ ചെറിയ എറർ വന്നിട്ടുണ്ട്, ആപ്പ് ഈസ് നോട്ട് ഡിഫൈൻഡ് അറിയാണ്ട്. സോ ഇഷ്യൂ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റൗട്ടറിനകത്ത് എന്തിലും നമ്മൾ റൗട്ടർ എടുത്താണ്, അത് എക്സ്പ്രസ്സിനെ റൗട്ടറിനകത്ത് നിന്ന് കോൺസ്റ്റ് റൗട്ടർ എന്നുള്ള ഇതിൽ നമ്മൾ കോൾ ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ആപ്പ് എന്നുള്ളത് കൊടുത്തത് ഇവിടെ ചേഞ്ച് ആക്കാൻ, ആപ്പ് എന്നുള്ളത് ചേഞ്ച് ആക്കിയിട്ട് എന്ത് ചെയ്യാം, റൗട്ടർ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇഷ്യൂ സോൾവ് ആയി. ഇനി അത് നോക്കണ്ടേ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എ പി ഐ ക്രിയേറ്റ് ആയി, പക്ഷെ നമ്മളെ കയ്യിൽ എന്തില്ല, ഫ്രണ്ടിന്റെ കാര്യങ്ങളില്ല, ഈ ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനുള്ള ടൂൾസ് ഉണ്ട്, അത് ബാക്ക് എൻഡ് കറക്റ്റ് ആണ്, എ പി കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട്. ഒന്നാണ് തണ്ടർ ക്ലയന്റ്, VS Code എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ടൂള്. ഓക്കെ, എന്തോ ഇഷ്യൂ ഇപ്പൊ കോഡിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ചേഞ്ച് ആക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം, എന്ത് സെർച്ച് ചെയ്യണേ, പോസ്റ്റ്മാൻ. ഓക്കെ, പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്യാം. അതായത് ഈ പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, എ പി ഐ ക്രിയേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആണോ കറക്റ്റ് ആണോ അതാ ഫാൾസ് ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യലുണ്ടായാലും. ഓക്കെ, ഓക്കെ, സൈൻ ഇൻ കൊടുക്കാം. ഓക്കെ, സൈൻ ഇൻ ഫ്രം യുവർ ബ്രൗസർ ടു കണ്ടിന്യൂ. ഓക്കെ, അലോ കൊടുക്കാം. ഓക്കെ, ലോഗിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഒരു പ്ലസ് സൈൻ കാണും, ക്രിയേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ്. അപ്പോൾ അത് കൊടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം, നമ്മുടെ മെത്തേഡ് ആണ് പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ മെത്തേഡ്സ് ആണ് ഗെറ്റ്, പോസ്റ്റ്, പുട്ട്, ഡിലീറ്റ്. ഇതാണ് നമ്മളെ മെയിൻ 4 മെത്തേഡ്സ്. എൻ്റെ ഒരു യു ആർ എൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യു ആർ എൽ എന്താണ്, അതായത് നമ്മൾ യു ആർ എൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലോക്കൽ ഹോസ്റ്റ് 3000 ആണ്. ഓക്കെ, അത് ജസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ ഇവിടെ റൺ ആക്കിയിട്ടുണ്ടോ. ഓക്കെ, ഈ അപ്ലോഡ് എന്നുള്ള വേണ്ട, നമുക്ക് ബേസ് യു ആർ എൽ ഏതാണ്, അപ്ലോഡ്. ഓക്കെ, കോപ്പി ചെയ്യാം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് HTTP കാര്യങ്ങളൊക്കെ വന്നോളൂ. ഓക്കെ,
ഇനി എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ഒന്ന് വർക്കിംഗ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്കൽ 3000 എന്നുള്ളത് റൺ ആക്കി കഴിഞ്ഞാൽ എന്താവും, അങ്ങനെ റൺ ആക്കി കഴിഞ്ഞാൽ യൂസർ റൗട്ടർ എന്നുള്ള ഈ റൗട്ടർ വർക്കാവും. കാരണം ഇത് ഹോമിലൊക്കെ എടുക്കണത്, അതായത് ലോഡ് ആകുമ്പോഴത്തേനും എന്ത് ചെയ്യും, യൂസർ റൗട്ടർ വർക്കാവും. അപ്പൊ ഇതിനകത്തേക്ക് വരുമ്പോൾ എന്താണ്, അടുത്ത മെയിലിന് എന്താ ഉള്ളത്, ഇതിലുള്ള എല്ലാ യൂസേഴ്സിനും റെസ്റ്റ് റൂട്ട് JSON ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് വർക്കിംഗ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൻഡ് കൊടുക്കാം. ഓക്കെ, ഇവിടെ കണ്ടോ, അതായത് നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് മെത്തേഡ് കൊടുത്തു റെസ്റ്റ് റൂട്ട് JSON. അപ്പൊ JSON ഫോർമാറ്റിൽ എന്ത് വന്നു, യൂസേഴ്സ് എന്നുള്ള ഡാറ്റ മൊത്തം എന്തിൽ വന്നു ഉണ്ടോ, ഇവിടെ നമുക്ക് റെസ്പോൺസ് ID കിട്ടി. ഓക്കെ, പിന്നെ ഗെറ്റ് യൂസർ ബൈ ID. ഇപ്പൊ നമ്മൾ പറഞ്ഞു പാരാമീറ്റർ അതിനെ പാസ് ചെയ്യല്ലേ. ഇപ്പൊ നമ്മൾ പാത്ത് എന്താ എടുക്കണേ, ഹോമിന്റെ അകത്ത് മെയിൻ പാത്ത് എടുക്കുമ്പോൾ എന്താണ്, യൂസേഴ്സ് എന്നുള്ള ഡാറ്റ മൊത്തം കിട്ടി. നമുക്ക് യൂസർ ബൈ ID കിട്ടണം. അപ്പൊ എന്ത് ചെയ്യാം, യൂസർ ഉണ്ട്, പാത്ത് ശ്രദ്ധിക്കുക, യൂസറിന്റെ കഴിഞ്ഞിട്ട് പിന്നെ /ID ആണ്. അപ്പൊ ID നമുക്ക് എന്ത് ചെയ്യാം, 1 2 എന്നുള്ള 2 യൂസർ ID ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ചെയ്യാം, 1 എന്നുള്ളത് കൊടുക്കാം. ഗെറ്റ് മെത്തേഡ് ആണെങ്കിൽ ഗെറ്റ് മെത്തേഡ് ആണ്. ഓക്കെ, സെൻഡ് ചെയ്യാം. ഓക്കെ, എറർ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എറർ എന്താ നോക്കാം. ഓക്കെ, ഇവിടെ വന്ന ഇഷ്യൂ ആണ്. ഓക്കെ, നമ്മൾ ട്രൈ കാച്ച് മെത്തേഡ് റിമൂവ് ആക്കിയെന്ന് കുറെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതിന്റെ ഇഷ്യൂ ആണ്. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടി സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസറിനെ ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ റെസ്പോൺസ് പറഞ്ഞു കൊടുക്കുന്നില്ല. അതായത് റെസ്പോൺസ് ഗെറ്റ് ചെയ്യണില്ല. അപ്പൊ ഇതിങ്ങനെ റെസ്പോൺസിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ റെസ്പോൺസ് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഇങ്ങനെ വെറുതെ വന്നിട്ട് കുടിനോട്ട് ഗെറ്റ് റെസ്പോൺസ്, നമ്മൾ റെസ്പോൺസ് ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ റെസ്പോൺസ് കൊടുക്കാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ പറഞ്ഞു കൊടുത്ത ID നമുക്ക് ഡാറ്റ കിട്ടി. 2 കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, സെക്കൻഡ് ID തരും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇല്ലാത്ത ID കൊടുക്കുക. അപ്പൊ എന്ത് വരും നോക്കാം, മെസ്സേജ് യൂസർ നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് നമുക്ക് വന്നു. അവിടെ എന്താ കൊടുത്തില്ല, യൂസർ ഇല്ലെങ്കിൽ എന്താണ്, യൂസർ നോട്ട് ഫൗണ്ട് മെസ്സേജ് കൊടുത്തു. ഇനി ഒരു പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതൊരു പോസ്റ്റ് മെത്തേഡ് ആണ് അല്ലേ. ഇപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പോസ്റ്റിലോട്ട് ചേഞ്ച് ആക്കാം. ഇനി നമ്മൾ പാത്ത് എന്താണ്, പോസ്റ്റിനകത്ത് യൂസേഴ്സ് എന്നുള്ള പാത്തിലാണ് എന്ത് കിടക്കുന്നത്, പോസ്റ്റ് മെത്തേഡ് എടുക്കുന്നത്. അപ്പൊ യൂസേഴ്സ് എന്നാക്കി കൊടുക്കാം. ഓക്കെ, ഇനി എന്താ, നമുക്ക് ID ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോ. കാരണം യൂസേഴ്സ് ഡോട്ട് ലെങ്ത് +1 ആണ്. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള യൂസർ ഡാറ്റന്റെ ലെങ്ത് എടുത്തിട്ട് +1 ആയിക്കോളും. നമുക്ക് കൊടുക്കേണ്ടത് എന്താണ്, നെയിം ഇമെയിൽ ആണ്. ഓക്കെ, അപ്പൊ അത് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ബോഡി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, നോണിന്റെ അകത്ത് വന്നിട്ട് റോ എന്നുള്ളത് കൊടുക്കാം. ഐ തിങ്ക് ഓക്കെ, റോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾ JSON ഫോർമാറ്റിലാണ് ഡാറ്റ പാസ് ചെയ്തെടുക്കുന്ന പറയാം. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, നെയിമിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്ത്, ഷാമ എന്നതിന് ഇതിന് നെയിം കൊടുത്തു. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, ഇമെയിലാണ് വേണ്ടത്. 123@gmail.com എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്തായി, ഞാൻ ആഡ് ചെയ്ത യൂസർ നെയിം, അതായത് നമ്മൾ റോ കൊടുത്തിട്ട് അതിൽ JSON ഫോർമാറ്റിൽ എഴുതി കൊടുക്കാം. ഇതായിരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഡാറ്റയുടെ രൂപം എങ്ങനെയായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡാറ്റ എക്സ്പോസിലോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. യൂസേഴ്സ് എന്നുള്ള പാത്തിലോട്ട് നെയിം കൊടുത്തു. നെയിമിൻ്റെ അകത്ത് എന്താണ്, ആ നെയിം
എൻ്റെ നെയിം കൊടുത്തു, ഇമെയിൽ എന്നുള്ള വാല്യൂൻ്റെ അകത്ത് ഒരു ഇമെയിലും കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് യൂസേഴ്സിലോട്ട് പുഷ് ന്യൂ യൂസർ എന്നുള്ള ചെയ്തു. ആ യൂസറിനെ പുതിയ യൂസർ പുഷ് ചെയ്തു. എന്നിട്ട് ന്യൂ യൂസറിനെ എന്ത് ചെയ്തു ഇവിടെ വ്യൂ ചെയ്യിപ്പിച്ചേ. ഓക്കെ, ഇനി ജസ്റ്റ് ന്യൂ യൂസറിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോകണം, നമുക്ക് യൂസേഴ്സിനെ നമുക്ക് ഷോ ചെയ്യിപ്പിക്കണം, മൊത്തം യൂസറിനെ. ഓക്കെ, ഇവിടെ വന്നെന്ത് കാണാൻ പറ്റും, നമ്മളെന്ത് ചെയ്തു ഒരു ശ്യാം എന്നുള്ള യൂസറിനെ പുഷ് ചെയ്തു. അപ്പോൾ എന്താണ് കാണാൻ പറ്റും, 1 2 3 എന്ത് ചെയ്തു ശ്യാം എന്നുള്ള യൂസറിനെ കണ്ടു. ഓക്കെ, ഇവിടെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നേരത്തെ ആഡ് ചെയ്ത ഡാറ്റ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാറ്റിക്കലി ചെയ്യാണ്, നമ്മൾ ഡാറ്റ ഒരു സ്റ്റോർ ചെയ്യണില്ല. അതുകൊണ്ട് അതിങ്ങനെ റീപ്ലേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചെങ്കിൽ അടുത്ത മെത്തേഡാണ് അപ്ഡേറ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോസ്റ്റിൽ വന്നിട്ട് പുട്ടാക്കി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, പാത്ത് നോക്കാം, യൂസേഴ്സ്. ഓക്കെ, കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഐ ഡി ഉണ്ട്. ഫസ്റ്റ് യൂസറിന് അപ്ഡേറ്റ് ആക്കാൻ പോകണം. യൂസറിന് നെയിം ഞാൻ എന്താക്കാൻ പോകണം, ബോഡിനകത്ത് നെയിം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ കറണ്ടിൽ എന്താ എടുക്കണം നോക്കാം, ജോൺ എക്സാമ്പിൾ ആണ്. അപ്പം ജോൺ ഡോയിനോട് എന്ത് ചെയ്ത് ഷാമിൽ നിന്ന് കൊടുത്ത് ഇമെയിൽ 12@gmail.com എന്ന് കൊടുത്തു. ഓക്കെ, ഇമെയിൽ കൊടുക്കുന്നില്ല, ഇമെയിൽ അതന്നെ ആയിക്കോട്ടെ, നെയിം മാത്രം കൊടുത്തു, സെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പം എന്താ അവിടെ അപ്ഡേറ്റ് ആയി, ID 1 ഉള്ള യൂസറിന് എന്ത് ചെയ്തു ഷാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം, എൻ്റെ യൂസേഴ്സിന് നമുക്ക് കോൾ ചെയ്യാം, ഒന്നും കൂടി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് യൂസർ നെയിം എന്തായി ഷാമിൽ ചേഞ്ച് ആയി, ഇമെയിൽ എന്തായി john.example, സെയിം ഇമെയിലിന് നമ്മൾ ഇമെയിൽ ചേഞ്ച് ആക്കിയിട്ടില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇമെയിലും കൂടി ചേഞ്ച് ആക്കി നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇമെയിലും കൂടി എന്തായി ചേഞ്ച് ആയി. ഇനി നമുക്ക് അടുത്ത നോക്കലാണ് ഡിലീറ്റ് യൂസർ, ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരിക പുട്ട് ചേഞ്ച് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, യൂസേഴ്സിൻ്റെ അകത്ത് എന്തുള്ള ഐഡിയ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ടോ, അപ്പോൾ ഇവിടെയും സെയിം ആണല്ലോ ഇവിടെയും സെയിം ആണല്ലോ വിചാരിക്കണ്ടോ, ഒരിക്കലും സെയിം അല്ല. കാരണം എന്താണ്, മെത്തേഡ്സ് വ്യത്യാസമുണ്ട്. പുട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് ഈ ഒരു പാത്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഈ ഒരു പുട്ടിൻ്റെ അകത്ത് ഈ ഒറ്റ പാത്ത് പാടുള്ളൂ. പക്ഷെ ഡിലീറ്റിൻ്റെ അകത്ത് കൊടുത്തപ്പോൾ ഇഷ്യൂ ഇല്ല. ഇപ്പോൾ ഡിലീറ്റിൻ്റെ അകത്ത് ഈ ഒറ്റ പാത്ത് മതി. ഇപ്പോൾ രണ്ടാമത്തെ ഡിലീറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു പാത്ത് കൊടുക്കരുതെന്നുള്ളൂ. ഓക്കെ, പാത്ത് ചിലപ്പോൾ സെയിം ആയിരുന്നു, പക്ഷെ മെത്തേഡ്സ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് യൂസർ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകണം, സെൻഡ് ചെയ്തു മെസ്സേജ് യൂസർ ഡെലിവറി സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഓക്കെ ഓൾറെഡി കൺസോൾ കൊടുത്തിട്ടുണ്ട്. ആ യൂസേഴ്സ് എന്നുള്ള കൺസോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണ്ടേ, അതിൻ്റെ അകത്ത് എന്ത് വരുന്നില്ല, ID 1 ഉള്ള യൂസർ ഇല്ല, ID 2 ഉള്ള യൂസർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡിലീറ്റ് നമ്മൾ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്തിൽ നോക്കാൻ പോണത് നമ്മൾ സ്റ്റാറ്റിക്കലി ചെയ്ത് നമ്മൾ ഡൈനാമിക് ആയിട്ട് നമ്മൾ MongoDB അങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ MongoDBൻ്റെ അകത്ത് നമ്മൾ ഡാറ്റാബേസ് കണക്ഷനും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യണ ഈ മെത്തേഡ് നമ്മൾ MongoDBൻ്റെ അകത്ത് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ.